വയസ്സാം കാലത്ത് എന്നെ നോക്കേണ്ട മക്കളെ ഞാൻ പ്രായമായി. പക്ഷെ അവരെ ഞാനിപ്പോൾ നോക്കേണ്ടി വന്നിരിക്കുക. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നും വയ്യ. അദ്ദേഹം പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അറിയുന്നില്ല തൻ്റെ കാലിൽ ഒരു വിരൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ജനങ്ങൾ കാണണം. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത 3 മനുഷ്യ ജന്മങ്ങൾ ഈ വീട്ടിനുള്ളിൽ കഴിയുകയാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഹരിലാലും കുടുംബവും ദുഃഖവും ദുരിതവും അനുഭവിക്കുകയാണ്. ഇന്നവർ പാചകം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അവരുടെ വീടും പരിസരവും നിങ്ങൾ കണ്ടു നോക്ക്. പുറത്തിറങ്ങി അവർക്കിത് പരിസരം പോലും വൃത്തിയാക്കാൻ കഴിയുന്നില്ല. ആ പെരയ്ക്കകത്തോട്ട് പുറത്തുനിന്ന് ഒരാൾക്കകത്ത് കയറാൻ കഴിയുന്നില്ല. അവരുടെ അതുപോലും വീടിൻ്റെ അകം പോലും ഒന്ന് വൃത്തിയാക്കുവാൻ കഴിയുന്ന ആ ഒരു സാഹചര്യമല്ല അവർക്കുള്ളത്. എഴുന്നേറ്റ് നിൽക്കുവാൻ ആ കുടുംബത്തിന് കഴിയുന്നില്ല. ഇത് ജനങ്ങൾ കാണണം. അത് സാധാരണ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീടിൻ്റെ ഫ്രണ്ട് വശമെങ്കിലും മനുഷ്യരായിട്ടുള്ളവർ ബോധമുള്ളവർ ഒന്ന് തൂത്തുവാരി ആ പ്രദേശം ഒന്ന് സൂക്ഷിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വീടിൻ്റെ അവരുടെ കിണർ ഉൾപ്പെടെയുള്ള കിടക്കുന്നത്. അവിടെ പോലും കരിയില കയറി കുടിവെള്ളം പോലും അശുദ്ധമാകുന്ന രീതിയിലാണ് അവർ പോകുന്നത്. അവർക്ക് ബാത്റൂം സൗകര്യമില്ല. നിങ്ങളത് നോക്ക്. അവരുടെ ആകെ കുളിമുറി. ഇതാണ് അവരുടെ കുളിമുറി. പൊട്ടി തകർന്ന് തരിപ്പണമായ വാട്ടർ ടാങ്ക് നോക്ക്. പൊട്ടി തകർന്ന് വെള്ളം പോലും ശേഖരിച്ച് വയ്ക്കാൻ കഴിയാത്ത ഒരു കുടുംബം. പോലും ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിയാണിത്. എത്രയോ വർഷമായി എടുത്തിട്ട് അതുപോലും പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഈ കുടുംബം ഒരു ബാത്റൂം സൗകര്യം പോലും ഇല്ലാതെ ദുരിതവും ദുഃഖവും അനുഭവിക്കുകയാണ്. നിങ്ങളാ കെട്ടിയിരിക്കുന്ന കട്ട കണ്ടോ? ഒരു വീടിന് വേണ്ടി കെട്ടിയിരിക്കുന്നത്. ഈ കട്ട ഇപ്പോൾ ഒരു 15 വർഷങ്ങൾക്ക് ശേഷം ഈ കട്ട ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഹോളോ ബ്രിക്സ്, അകത്ത് ഹോളുള്ള മതിൽ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടയാണിത്. ഈ കട്ട സാധാരണ വീട് കെട്ടാനായിട്ട് ആരും ഉപയോഗിക്കാറില്ല. ഇതുകൊണ്ടാണ് ഈ പാവത്തിങ്ങൾ കണ്ട ഹോളോ ബ്രിക്സിൻ്റെ കട്ടയാണ് ഉപയോഗിച്ചേക്കുന്നത് വീടിന് വേണ്ടി. അത്രയും നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കണമല്ലോ അവർ ഹോളോ ബ്രിക്സിൻ്റെ കട്ട കൊണ്ട് താൽക്കാലികമായ ഒരു വീടുണ്ടാക്കി ഷീറ്റിട്ട് ഒരു ബാത്റൂം മൊത്തം പൊളിഞ്ഞ് നോക്ക്. ഒരു ഉണ്ടായിരുന്ന ബാത്റൂം മൊത്തം പൊളിഞ്ഞ് തകർന്ന് അതുപോലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ. പ്രത്യേകിച്ച് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. വീടിന് വെളിയിലിറങ്ങി സഞ്ചരിക്കാൻ കഴിയത്തില്ല. നമ്മളിവർക്കൊരു വീൽ ചെയർ കൊടുക്കാമെന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ വീൽ ചെയർ ഈ പെരയ്ക്കകത്ത് ഉപയോഗിക്കാനുള്ള സാഹചര്യമില്ല. ഇവരുടെ ആകെ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്താണ് 3 പേരും അവരുടെ ദൈനംദിന കാര്യങ്ങൾ എല്ലാം, അവർ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങേണ്ടതും എല്ലാം അവരുടെ സാധനങ്ങളെല്ലാം വാരി കൂട്ടി 3 മനുഷ്യരാണ് ഇതിനകത്ത് ഉള്ളിൽ കഴിയുന്നത്. ഇത് ഹരിലാലിൻ്റെ അമ്മയാണ്, ഹരിലാലിൻ്റെ സഹോദരിയാണ്. ഈ 3 പേരും അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ട ഇടമാണിത്. ഈ ഒരു വീടാണ്. നിങ്ങൾ നോക്ക്. അവർക്ക് ഈ തറയെല്ലാം പൊട്ടി തകർന്ന് യാതൊരു ഭൗതിക സാഹചര്യങ്ങളും ഇല്ലാതെ ഈ കുടുംബം ഇതിനകത്ത് കിടന്ന് ഈ ചൂടത്തൊരു ഫാൻ പോലും ഇല്ല. ഈ ആകെ ഉണ്ടായിരുന്ന ഒരു ഫാൻ അതും കേടായിരിക്കുക. എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. മക്കൾക്കും വയ്യ. അവർക്കിപ്പോൾ ഈ വയസ്സാം കാലത്ത് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കേണ്ടി വന്നിരിക്കുക. എനിക്കൊരു 5 മിനിറ്റ് നിൽക്കാനോ ഒരു 10 മിനിറ്റ് ഒന്നും നടക്കാനും ഒന്നും എനിക്ക് വയ്യ. അത്രമേൽ കുറേ വർഷങ്ങൾ കൊണ്ട് എനിക്ക് നിൽക്കാനും നടക്കാനും വയ്യാത്ത സ്ഥിതിയാണ്. അപ്പോൾ അങ്ങോട്ട് ആയുർവേദ കോളേജിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കുകയും നടക്കുകയും ചെയ്യരുതെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. ഇപ്പോൾ ഒട്ടും നിൽക്കാനും നടക്കാനും വയ്യ. വീട്ടിലെ സ്ഥിതി അരിയിട്ട് കഞ്ഞി പോലും വെച്ച് എനിക്ക് കുടിക്കാനോ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനോ വയ്യാത്ത സ്ഥിതിയാണ്. ആഹാരമൊക്കെ കഴിക്കുന്നത് എങ്ങനെയാണ് അമ്മേ? ആരുമൊക്കെ ആരെങ്കിലും സഹായിക്കുകയോ. പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്ന പൈസയുണ്ട്. ഈ മാസത്തെ നാളെ ഒരു ദിവസവും കൂടെ ഉള്ളൂ. അരി മേടിച്ചിട്ടില്ല. ഇന്ന് നാളെ അവധിയാണ്. ശനിയാഴ്ച ഒരു ദിവസത്തോടെ ഉള്ളു. അരി മേടിച്ചിട്ടില്ല. കഞ്ഞി വെക്കാൻ വരെ വയ്യ. എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വല്ലതും കൊടുക്കണോ എനിക്ക് വേണമെങ്കിലും. ശരിക്കും പറഞ്ഞാൽ അമ്മയില്ലെങ്കിൽ മക്കളുടെ 2 പേരുടെ അവസ്ഥ വല്ലാത്തൊരു. എന്നെ നോക്കേണ്ട മക്കളാ. വയസ്സാം കാലത്ത് എന്നെ നോക്കേണ്ട മക്കളാ. ഞാൻ പ്രായമായി. പക്ഷെ അവരെ ഞാനിപ്പോൾ നോക്കേണ്ടി വന്നിരിക്കുക. ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് അറിയത്തില്ല. 3 പേര് എന്തൊരു പാപം ഞാൻ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും വയ്യ. എന്നെ നോക്കേണ്ട കുഞ്ഞുങ്ങളാ. എനിക്ക് ആരുമില്ല. എൻ്റെ കൊച്ചിനെ പോലും എൻ്റെ മോളെ പോലും അയച്ചിട്ടില്ല. അയക്കുന്ന പ്രായവും കഴിഞ്ഞ് അസുഖമായിട്ടിരിക്കുക. മോനും വയ്യ, മോക്കും വയ്യ. ഇത്രമാത്രം കിടന്ന് ഈ വീട്ടിൽ കിടന്ന് വിഷമിക്കുക. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുല്ലാമല വാർഡിലാണ് ഹരിലാലും കുടുംബവും താമസിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളിപ്പോൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് അടച്ചുറപ്പുള്ള ശരിയായ ഒരു വീടില്ല. അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊന്നും തന്നെ കറക്റ്റല്ല. അവരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത അമ്മയും 2 മക്കളും, അതായത് ഹരിലാലും സഹോദരിയും അമ്മയും അടങ്ങുന്നതാണ് ഈ കുടുംബം. അവർക്ക് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ ഉള്ള സാഹചര്യം ഈ വീട്ടിലില്ല. ഒരു ബാത്റൂം സൗകര്യം പോലും ശരിയായ വണ്ണമുള്ള ഒരു ബാത്റൂം സൗകര്യം പോലും ഈ വീട്ടിലില്ല.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ചികിത്സയ്ക്ക് പോലും നിവൃത്തിയില്ലാത്തൊരു കുടുംബം. അവർക്ക് ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ല. അവർ എന്നും ഒരു പൊതിച്ചോറ് ആരെങ്കിലും കൊണ്ട് നൽകുന്നതോ അല്ലെങ്കിൽ ഒരു പൊതി വാങ്ങി 3 പേരോടാണ് പങ്കിട്ട് ഷെയർ ചെയ്ത് കഴിക്കുന്നത്. അവരുടെ ദൈനംദിനം മരുന്ന് വാങ്ങാനുള്ള ചികിത്സയിൽ ഇനി അവരെ ചികിത്സിക്കാൻ എങ്ങുമില്ല. അവരുടെ വാതരോഗം കാരണം 3 പേരുടെയും കാല് വലിയ വ്രണങ്ങളും അതുപോലെ തന്നെ നീര് കയറി അവർക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന സാഹചര്യമില്ല. അവർക്ക് പുറത്തു പോകാൻ വാഹന സൗകര്യമില്ല. അവരുടെ വീട്ടിൽ അരിയാഹാരം വെക്കുവാൻ അരി വാങ്ങാനുള്ള പൈസ പോലും അവർക്കില്ല. അവർ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ 3 മനുഷ്യജന്മങ്ങൾ ഈ വീട്ടിൽ ദുരിതവും ദുഃഖവും അനുഭവിക്കുകയാണ്. അവരുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് പരിശോധിച്ചിട്ടുണ്ട്. ഹരിലാലായിരുന്നു അവരുടെ ആകെ ഒരു ആൺതരി. അദ്ദേഹത്തിൻ്റെ കാലിലൊരു വിരൽ ഉൾപ്പെടെ ഊരിപ്പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അറിയുന്നില്ല തൻ്റെ കാലിൽ ഒരു വിരൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞില്ല. പിന്നെ പുറത്ത് വന്നിട്ടാണ് കാലിലൊരു വിരൽ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ വലിയ വ്രണം, കാലിലൊക്കെ വലിയ വ്രണമുണ്ട്. നിങ്ങൾക്ക് അതിന് പരിമിതിയുണ്ട് പുറത്ത് കാണിക്കാനെങ്കിലും വലിയ വ്രണമുണ്ട് ഹരിലാലിൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ കാലിൽ. അവർക്കപ്പോൾ മരുന്ന് വാങ്ങാനുള്ള ഒരു മാർഗം പോലും ഈ കുടുംബത്തിനില്ല. പുറത്തു പോയി ജോലി ചെയ്തുകൊണ്ട് വന്ന് ഈ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഹരിലാലിന് ഒരു ആൺതരി എന്നുള്ള നിലയിൽ അമ്മയും സഹോദരിയും സംരക്ഷിക്കുവാൻ കഴിയുന്നില്ല. ഇവിടുന്ന് പുറത്തേക്ക് എഴുന്നേറ്റൊന്ന് നടന്നു പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഒരു ബാത്റൂം അവർക്ക് പണിഞ്ഞു നൽകുവാൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങളും എടുത്ത് അവരെ സഹായിക്കും. അതുപോലെ ആ കുടുംബത്തിന് ആവശ്യമായ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടേതായിട്ടുള്ള എല്ലാ സഹായങ്ങളും അവരുടെ മരുന്നിനായാലും ആഹാരത്തിനായാലും കഴിയുന്ന വണ്ണമുള്ള സഹായങ്ങൾ ഈ കുടുംബത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ചെയ്തു നൽകും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ കുടുംബത്തിൻ്റെ ദുരവസ്ഥ, അവർക്ക് പോയി ജോലി ചെയ്തോ ഇവിടെ പൂസത്തോ അല്ലെങ്കിൽ അവരച്ഛനും ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബത്തിൻ്റെ അത്താണി ആ ഹരിലാലായിരുന്നു. ഹരിലാലിനും കൂടി വാദത്തിൻ്റെ അസുഖം വന്നതോടുകൂടി ഈ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു. മരുന്നിനും ഭക്ഷണത്തിനും വകയില്ലാതൊരു കുടുംബം ദുരിതവും ദുഃഖവും അനുഭവിക്കുകയാണ്. അവരുടെ പ്രാഥമികമായ കർമ്മങ്ങൾ പോലും നിർവഹിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഈ കുടുംബത്തെ പ്രിയപ്പെട്ടവർ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ മനസ്സിൻ്റെ ഉടമകൾ എന്തെങ്കിലും ഒരു രൂപ ആ കുടുംബത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറിൽ അയച്ചു കൊടുത്ത് സഹായിക്കണമെന്നാണ് എനിക്ക് വിനീതമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് അഭ്യർത്ഥിക്കുക. ഈ കുടുംബത്തിൻ്റെ ദുരവസ്ഥ ജനങ്ങൾ കാണണം. ഇങ്ങനെയും മനുഷ്യർ ഈ ലോകത്ത് കഴിയുന്നുണ്ട്. അവരുടെ അവസ്ഥ പെരയ്ക്കകത്തോട്ട് നമുക്ക് കയറി നിൽക്കുവാൻ കഴിയുന്ന സാഹചര്യമില്ല. എല്ലാ സാധനങ്ങളും ഒന്ന് ഒതുക്കി വെക്കുവാൻ പോലുമുള്ള സാഹചര്യമില്ല. അവർക്ക് പുറത്തിറങ്ങുവാൻ കഴിയത്തില്ല. ഈ വീടിൻ്റെ പരിസരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒന്ന് പുറത്തിറങ്ങി തൂക്കാൻ 2 സ്ത്രീകളുള്ള വീടാണ്. അവർക്ക് ഇറങ്ങി ഇതിൻ്റെ പരിസര പ്രദേശം പോലും ഒന്ന് വൃത്തിയാക്കുവാൻ കഴിയുന്നില്ല. അത്രയും അസുഖത്താൽ അവർ ബുദ്ധിമുട്ടാണ്. അമ്മ പറഞ്ഞില്ലേ നിങ്ങളോട്, ഒന്ന് എഴുന്നേറ്റ് 2 മിനിറ്റ് നിൽക്കുവാൻ കഴിയുന്നില്ല. ശരിക്കും പാചകം ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ അത് പാചകം ചെയ്ത് കഴിക്കുവാൻ പോലുമുള്ള ആരോഗ്യസ്ഥിതി ഈ കുടുംബത്തിനില്ല. യൂത്ത് കോൺഗ്രസ് നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കുടുംബത്തിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പണിഞ്ഞു നൽകുകയെന്ന് ആ കുടുംബത്തിന് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ സഞ്ജു പുല്ലാമലയും ഞാനും മണ്ഡലം കമ്മിറ്റിയിലെ എൻ്റെ സഹപ്രവർത്തകരും കൂടി എടുത്ത തീരുമാനം ഇന്ന് ഈ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ വീടിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം അവർക്ക് പുറത്തിറങ്ങാതെ വീട്ടിനകത്ത് നിന്നുകൊണ്ട് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി നൽകാമെന്ന് യൂത്ത് കോൺഗ്രസ് നെടുവത്തൂർ മണ്ഡലം കമ്മിറ്റി അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്.